മാലൂർ കൂവക്കരയിലെ ഈ ജലപ്രവാഹം ഇന്നും അദ്ഭുത ഉറവയായി തുടരുകയാണ്. 10 വർഷത്തിലധികമായി ഒഴുകുന്ന ഈ ജലം കഠിന വേനൽക്കാലത്ത് പോലും നിലക്കാറില്ല. CP ചന്ദ്രന്റെ ശ്രീദീപം വീട്ടിലാണ് കുഴൽക്കിണറിനായി കുഴിച്ച കുഴിയിൽ നിന്നും വെള്ളം ധാരയായി ഒഴുകുന്നത്. അന്യദേശങ്ങളിൽ നിന്ന് പോലും നിരവധി സന്ദർശകരാണ് ഈ പ്രവാഹം കാണാൻ ഇവിടെ എത്തുന്നത്. പത്ത് വർഷം മുൻപ് കുടിവെള്ളത്തിനായി അലയേണ്ട അവസ്ഥയായിരുന്നു കൂവക്കര നിവാസികൾക്ക്. വേനൽ കടുത്തതോടെ 3 മാസമായി വെള്ളം കിട്ടാതായതോടെയാണ് വീട്ടിൽ ഒരു കുഴൽക്കിണർ കുഴിക്കാം എന്ന ആശയത്തിലെത്തുന്നത്. കിണർ കുഴിച്ച കഥ ഇനി ചന്ദ്രേട്ടൻ പറയും. നമുക്കിവിടെ കുടിവെള്ളത്തിന് ക്ഷാമം വന്നപ്പം 10 വർഷം മുമ്പ് നമ്മള് ഒരു സ്ഥാനം കാണിച്ച് പിന്നെ വളപട്ടണത്തുള്ള ഒരു മുസ്ലിം അബ്ദുൾ മജീദ് എന്ന് പറഞ്ഞ ഒരാളാണ്. ആര് വന്ന് സ്ഥാനം കണ്ടു. അയാൾ സ്ഥാനം കണ്ടപ്പം പറഞ്ഞ് ഇത് ഈ ലൈനിൽ എവിടെയും വെള്ളം കിട്ടും, ഇഷ്ടംപോലെ വെള്ളം കിട്ടും, ഇതുപോലെ വരുമെന്ന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളത് കുഴിച്ച് അന്ന് തന്നെ ഇതുപോലെ ശക്തിക്ക് ഇങ്ങനെ വന്നു. ആ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ അങ്ങനെ ശക്തിക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ നാട്ടുകാർക്കെല്ലാം വളരെ ഗുണമായിട്ടിങ്ങനെ പോകുന്നു. വേനൽക്കാലത്ത് മഴക്കാലത്ത് നിലയ്ക്കാതെ ഇങ്ങനെ തന്നെ. ചിലപ്പോൾ വലിയ അധികം മഴ വരുമ്പം കുറച്ച് കൂടും, അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ തന്നെയുണ്ട്. ഉറവ പോലെ തെളിനീരായി വരുന്ന ഈ ജലം നിലവിൽ ഈ ദേശത്തിന്റെ ആകെ കുടിവെള്ള സ്രോതസ്സാണ്. കുഴിയെടുക്കുമ്പോൾ ഭൂമിക്കടിയിലൂടെ പോകുന്ന നീർച്ചാലിൽ തട്ടിയാണ് വെള്ളം വന്നു തുടങ്ങിയത് എന്നാണ് ഭൗമശാസ്ത്ര നിരീക്ഷകർ പറയുന്നത്. തൊട്ടടുത്തായി താമസിക്കുന്ന 50ലധികം കുടുംബങ്ങളാണ് ഈ വെള്ളത്തെ ആശ്രയിച്ച് കഴിയുന്നത്. മാത്രമല്ല, വേനൽ കടുത്താൽ മാലൂർ ഹൈസ്കൂളും പോലീസ് സ്റ്റേഷനുമെല്ലാം കുടിവെള്ളത്തിനായി ശ്രീദീപം വീട്ടിലാണെത്തുക. ഇങ്ങനെ ഒരിക്കലും വറ്റാത്ത ഈ തെളിനീര് ഒരു നാടിന്റെയാകെ കുടിനീരായി മാറുകയാണ്. ജലപ്രവാഹത്തിനരികെ സ്ഥാപിച്ച തീർത്ഥം പകരുന്ന ശകുന്തളയും മത്സ്യകന്യകയുമെല്ലാം മറ്റൊരു ആകർഷണീയതയാണ്. ചന്ദ്രട്ടന്റെ മകൻ PC പ്രദീപാണ് ഈ ശില്പചാരുതയ്ക്ക് പിന്നിലെ കരങ്ങളായി പ്രവർത്തിച്ചത്. ആർട്ട് ഡിസൈനറാണ് ഇദ്ദേഹം. വെള്ളം കണ്ടപ്പം മുതൽ ഇത് ഒരുപാട് ജനങ്ങളുടെ പ്രവാഹം തുടങ്ങി കാഴ്ചക്കാരായിട്ട്. അപ്പൊ പിന്നെ എനിക്ക് ആശയം എന്താണെന്ന് വെച്ചാൽ ഈ തീർത്ഥം തരം ശകുന്തല എന്നൊരു ശില്പം ചെയ്താലോ എന്ന് ആലോചിച്ചു. ആക്ച്വലി ഇപ്പൊ ശുദ്ധമായ വെള്ളമല്ല ഇത്. അപ്പൊ അങ്ങ് തീർത്ഥമായിട്ട് സങ്കല്പിച്ചിട്ട് ആ തീർത്ഥം തരുന്നതായിട്ട് ശകുന്തല കഥാപാത്രം സൃഷ്ടിച്ചു. ഞാൻ എന്റെ സുഹൃത്ത് അരുൺകുമാറും കൂടെ കൂടിയിട്ട് ഒരു ശില്പം ചെയ്തു. ആദ്യകാലങ്ങളിൽ ഒരാൾ പൊക്കത്തിൽ കുതിച്ചുയർന്നു വന്നിരുന്ന വെള്ളം പിന്നീട് നിരവധി വർഷങ്ങളെടുത്താണ് ഇന്നീ കാണുന്ന രൂപത്തിലായത്. നിരവധി സഞ്ചാരികളും ഈ പ്രവാഹം കാണാനെത്തുന്നുണ്ട്. ദൈവത്തിന്റെ വരമെന്ന ധാരണയിൽ പലരും ഉറവയിലേക്ക് പണം നിക്ഷേപിക്കുന്നതും പതിവായി. ഇതോടെ വീട്ടുകാർ തൊട്ടടുത്തായി ഒരു ഭണ്ഡാരം സ്ഥാപിച്ചു. ഇതിൽ നിന്നും ലഭിക്കുന്ന തുക നാട്ടിലെ പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് പതിവ്. ഈ ജലപ്രവാഹം നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇത് വെറുമൊരു പ്രവാഹമല്ല, നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളം കൂടിയാണ്. മാലൂർ കൂവക്കരയിൽ നിന്നും ക്യാമറാമാൻ അനീഷ് കൂത്തുപറമ്പിനൊപ്പം വർഷാഹരിദാസ്, ന്യൂസൈറ്റ്. Walk into the world of elegance. The largest showroom of tiles and sanitary wares. Core Stones. Tiles, sanitary ware. Plumbing hardware. Bathroom fittings. Electricals. Building materials. Marbles. A unique collection of masterpieces. Experience life's journey in luxury. Core Stones. Paripai, Srikandapuram.